ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ നല്ല ചൂടുള്ള ചായൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/3 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുതിനയിലയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഇതുപോലെയുള്ള പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എരിവുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇനി പാകത്തിനുള്ള ഉപ്പും പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മളിവിടെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ മഞ്ഞക്കരു ഞാൻ ഈ ഒരു ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയും ചമ്മന്തിയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുട്ടയുടെ ഈ ഒരു മഞ്ഞക്കരു ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തെ കുഴിയിൽ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 6 പീസിലും നന്നായിട്ട് ചമ്മന്തിയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് കായപ്പൊടിയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഒരു ബാറ്റർ ആക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, വെള്ളം കൂടി പോവരുത്. അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി നിറച്ച് വെച്ചിട്ടുള്ള ഓരോ മുട്ടയുടെ പീസും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ കൈ വെച്ചിട്ട് മുട്ടയുടെ പീസ് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ മുട്ടയുടെ പീസും മാവും കൂടെ ഇങ്ങനെ കോരി ഒഴിച്ചാലും മതി. ഒരു സൈഡ് ഇതുപോലെ കളർ മാറി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ട് ഒന്ന് കളർ മാറി വന്നതിന് ശേഷം കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്